100 പാനിപ്പൂരി കഴിക്കുന്ന ബെറ്റ് വെച്ച് തോക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നാൽ എനിക്കങ്ങനെ പറ്റി. ആ പറ്റിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും രാവിലെ പൂരി കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല പാനിപൂരിയിൽ എനിക്ക് ഇമാതിരി ഒരു പണി കിട്ടാണ്ടിരിപ്പുണ്ടെന്ന്. ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചീരത്തോരനും മീൻ വറുത്തൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇടവേളകളിൽ ആണ്ടവരൊക്കെ ഒരു പഴമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ആ പൊതിച്ചോറ് പൊതിഞ്ഞെടുത്ത് ഞങ്ങൾ മൈസൂർ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ ട്രാവലിങ്ങിൻ്റെ ടൈമിൽ അതും ഇതുമൊക്കെ കഴിച്ചിങ്ങനെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത്, ഇവിടെ വരെ വന്നാലേ മൈസൂരിൽ നിന്ന് പാനിപ്പൂരി കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പം എന്ത് പറഞ്ഞു, ചാടിക്കേറി ഞാൻ ആ പൊതിച്ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോവാം കുറച്ച് കഴിയുമ്പം. അന്നേരം കൂടെ ഉണ്ടായിരുന്ന കുരിപ്പ് ആവേശമാക്കി ഞങ്ങൾ ബെറ്റായി. ഞാൻ പറഞ്ഞു ഞാൻ 100 പാനിപ്പൂരി കഴിക്കുന്നു, 100 എണ്ണം കഴിച്ചില്ലെങ്കിൽ 75 എണ്ണം കഴിച്ചു. ഇനി മേലെ ഈ ജന്മത്തിൽ ഞാൻ പാനിപ്പൂരി കഴിക്കുമെന്നുള്ള എനിക്ക് സംശയമാണ്. പിന്നെ ഞാൻ പാനിപ്പൂരി ആഗ്രഹിച്ചിരുന്ന സാധനം ഗോൾഗപ്പയാണ്, അതും എനിക്ക് മനസ്സിലായി. അതിൻ്റെ ടേസ്റ്റ് മാറാനുള്ളതാണ് ഈ ചിക്കു.